اللهم صل على سيدنا محمد الفاتح لما ولق الخاتم لما سبق الناصر الحق بالحق والهادي الى صراطك المستقيم وعلى اله وصحبه السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. اللهم صل وسلم وبارك على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله وصحبه حق قدرك ومقدارك العظيم. സക്കാത്തിനെ കുറിച്ച് ഈ അവസാനത്തെ 10 കൂടുതലായി നമ്മൾ കേൾക്കലുണ്ട്. ജഗന്നിയന്താവായ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ എവിടെയൊക്കെ നിസ്കാരത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ അവിടെയൊക്കെ സക്കാത്തിനെയും കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ആരിഫീങ്ങളുടെ സക്കാത്താണ്. സാധാരണ സക്കാത്ത് എന്ന് പറയുമ്പോൾ ഒരു ഗനിയായ ഒരു വ്യക്തി തൻ്റെ സമ്പത്തിൽ നിന്ന് അർഹരായ ആളുകൾക്ക് നൽകുന്ന വിഹിതം, അത് അവനെ സാമ്പത്തികമായി ശുദ്ധീകരിക്കുന്നതിലുപരി ആത്മീയമായ ശുദ്ധീകരണവും എന്ത് ചെയ്യുന്നുണ്ട്, അതിൽ നടക്കുന്നുണ്ട്. എന്നാൽ അനുരാഗികളാകുന്ന ആളുകളുടെ അല്ലെങ്കിൽ അള്ളാഹുവിലേക്ക് പ്രയാണം നടത്തുന്ന ആളുകളുടെ സക്കാത്ത് എന്ന് പറയുന്നത് അവൻ്റെ ആത്മസംസ്കരണമാണ്. സക്കാത്ത് എന്ന് പറയുന്ന പദം തന്നെ ആത്മസംസ്കരണത്തിന് സൂചിപ്പിക്കുന്ന ലഫ്ളാണ്. അപ്പം ഈ ആരിഫീങ്ങളുടെ സക്കാത്ത് എന്ന് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ പ്രവാചകർ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് അള്ളാഹു തആല പരിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്, വയുസക്കീഹിം വയുഅല്ലിമുഹുമുൽ കിതാബ വൽ ഹിക്മത. അള്ളാഹുവിൻ്റെ പ്രവാചകർ ഈ ലോകത്തേക്ക് വന്നത് അവരെ തസ്കിയത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. മാത്രമല്ല വയുഅല്ലിമുഹുമുൽ കിതാബ വൽ ഹിക്മത, അൽ കിതാബിനെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. വൽ ഹിക്മത, ഹിക്മത്തിനെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടുമാണ്. അപ്പോൾ ആദ്യം പറഞ്ഞത് അള്ളാഹുവിൻ്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹൃദയത്തിൽ കറയുള്ള ആളുകളെ തസ്കിയത്ത് ചെയ്ത് അൽ കിതാബ് എന്ന് പറയുന്ന പരിശുദ്ധ ഖുർആനിൻ്റെ പൊരുളുകൾ ജനങ്ങൾക്ക് പഠിപ്പിക്കുക. വൽ ഹിക്മത, വൽ ഹിക്മത്തുൽ ആലിയ എന്നാണ് അള്ളാഹുവിൻ്റെ ആരിഫീങ്ങൾ അതിനർത്ഥം വെച്ചത്. ഏറ്റവും ഉന്നതമായ ഇൽമുകൾ ജനങ്ങൾക്ക് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു മുറബ്ബിയായ ഷെയ്ഖിൻ്റെ ഹൃദയത്തിൽ നിന്ന് ഒരു മുരീദിൻ്റെ ഹൃദയത്തിലേക്ക് വന്ന അദൃശ്യമായ ജ്ഞാനങ്ങൾക്കും എന്തുണ്ട്, സക്കാത്തുണ്ട്. അത് അർഹരായ ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളത് അവരുടെ ജോലിയാണ്. ഒരു സമ്പന്നനായ വ്യക്തി തൻ്റെ കയ്യിൽ സക്കാത്ത് കൊടുക്കാൻ മാത്രം സമ്പത്തുണ്ടാകുമ്പോൾ അത് അർഹരായ ആളുകളിലേക്ക് നീക്കി വെക്കുന്നത് പോലെ ഗുരുപരമ്പരകളിലൂടെ ഹൃദയത്തിലേക്ക് താവഴിയായി വന്ന തജല്ലിയാത്തുകൾ അത് അതിൻ്റെ അവകാശികൾക്ക് പകർന്നു കൊടുക്കുക എന്നുള്ളത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായ കാര്യമാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ ആരിഫീങ്ങൾ വഴി നമുക്ക് ലഭിച്ച ആത്മീയമായ ജ്ഞാനം, ആ ജ്ഞാനം സ്വന്തം ഹൃദയത്തിൽ ഏറ്റുവാങ്ങി അതിൻ്റെ ഏറ്റവും ഉന്നതമായ രുചികരമായ അവസ്ഥ അത് അർഹിക്കുന്ന മുരീദന്മാരിലേക്ക് എന്ത് ചെയ്യണം, പകർന്നു നൽകണം. അത് അതിൻ്റെ സക്കാത്താണ്. ഇൽമിനിക്ക് സക്കാത്തുണ്ട്, ഇർഫാനിനിക്ക് സക്കാത്തുണ്ട്, ഓരോ കാര്യങ്ങൾക്കും എന്തുണ്ട്, സക്കാത്തുണ്ട്. അപ്പോൾ ആരിഫീങ്ങളാകുന്ന ആളുകൾ പറയുന്നു, ഒരു ആരിഫിൻ്റെ സക്കാത്ത് എന്ന് പറഞ്ഞാൽ അവനെ തന്നെ മറ്റുള്ളവർക്ക് നൽകലാണ്. അവനെ തന്നെ മറ്റുള്ളവർക്ക് നൽകുക എന്ന് പറഞ്ഞാൽ എന്താ?
അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ദിവ്യജ്ഞാനങ്ങൾ ഹൃദയത്തിൽ ഏറ്റുവാങ്ങി അത് മറ്റുള്ളവരിലേക്ക് എന്ത് ചെയ്യുക? പകർന്നു കൊടുക്കുക. അത് ഹൃദയത്തിൽ ഏറ്റുവാങ്ങുമ്പോഴാണ് ജാ അൽ ഹഖു വസഹഖൽ ബാത്തിൽ. അള്ളാഹുവാകുന്ന ഹക്ക് ഒരു മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ശൈത്താനാകുന്ന, നഫ്സാകുന്ന, ദുനിയാവാകുന്ന ബാത്തിലുകളൊക്കെ പൊളിഞ്ഞു പോവുകയാണ്, തകർന്ന് തരിപ്പണമായി പോവുകയാണ്. ആ ഒരവസ്ഥ ഒരു സാഹിറായ അല്ലെങ്കിൽ ഒരു ത്വരീഖത്തിന്റെ മാർഗത്തിലേക്ക് വന്ന ഒരു മുരീദിനിക്ക് ഹൃദയത്തിൽ പ്രകടമാകുമ്പോൾ അത് ഹൃദയത്തോടവൻ ചേർത്ത് വെച്ച് അതിൻ്റെ അശിഅത്തുകൾ അർഹരായ ആളുകൾക്ക് എന്ത് ചെയ്യണം? അവൻ വിതരണം ചെയ്യണം. അതാണ് ശരിക്കും ത്വരീഖത്തിൽ സക്കാത്ത് എന്ന് പറഞ്ഞാൽ. ഇനി ഹഖീഖത്തിൽ സക്കാത്ത് ഉണ്ട്. ഹഖീഖത്തിൽ സക്കാത്ത് എന്ന് പറഞ്ഞാൽ എന്താ? പരമ്പൊരുളാകുന്ന അള്ളാഹുവിനെ പൂർണ്ണമായ നിലക്ക് ഹൃദയത്തിൽ ഏറ്റുവാങ്ങലാണ്. പരമ്പൊരുളാകുന്ന അള്ളാഹുവിനെ പൂർണ്ണമായി ഹൃദയത്തിൽ ഏറ്റുവാങ്ങുന്നതാണ്. റബ്ബനാ മാ ഖലഖ്ത ഹാദാ ബാത്തില. അള്ളാഹുവിനെ പൂർണ്ണമായി ഹൃദയത്തിൽ ഏറ്റുവാങ്ങുമ്പോൾ അവൻ പറയും റബ്ബനാ മാ ഖലഖ്ത ഹാദാ ബാത്തില. നീ പടച്ചതൊക്കെ ഇതൊന്നും വെറുതെ അല്ലല്ലോ, ഇതൊന്നും എന്തല്ലല്ലോ, വെറുതെ അല്ലല്ലോ. ഇതിന് രണ്ടർത്ഥങ്ങൾ വെച്ചിട്ടുണ്ട് മഹാരഥന്മാരാകുന്ന ആളുകൾ. പടച്ച റബ്ബേ, നീ മാത്രമേ ഹഖീഖത്തുള്ളൂ, ബാക്കിയൊക്കെ ബാത്തിലാണ് എന്ന നിലക്ക് അർത്ഥം വെച്ച ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ അള്ളാഹുവേ, നീ പടച്ചതൊന്നും ബാത്തിലല്ലല്ലോ, അതിലൊക്കെ നീ ഉണ്ടല്ലോ എന്ന് അള്ളാഹുവിൻ്റെ ആരിഫീങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതാണ് ഹഖീഖത്തിൻ്റെ സക്കാത്ത് എന്ന് പറഞ്ഞാൽ. അതായത് ആത്മാവിനിക്ക് നമ്മൾ നൽകേണ്ടത് നൽകുക, ആത്മാവ് ആഗ്രഹിക്കുന്നത് എന്താണോ അത് നമ്മൾ പകർന്നു കൊടുക്കുക. അതാണ് ഹഖീഖത്തിൻ്റെ സക്കാത്ത് എന്ന് പറയുന്നത്. ബഹുമാനപ്പെട്ട സയ്യിദി അബു യസീദ് അൽ ബിസ്താമി റളിയല്ലാഹു അൻഹു അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള ദിവ്യപ്രകാശം ഏറ്റുവാങ്ങി അതിൻ്റെ ഹഖീഖത്തിലേക്ക് ബഹുമാനപ്പെട്ടവരെത്തിയപ്പോൾ ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, സുബ്ഹാനി മാ അഅ്ളമ ശൈനി, എൻ്റെ പരിശുദ്ധിയെ ഞാൻ സമ്മതിക്കുന്നു എന്ന് പറഞ്ഞു. ആര്? ശരിക്കും സുബ്ഹാനക, അല്ലാഹുവേ നിന്റെ പരിശുദ്ധിയെ സമ്മതിക്കുന്നു എന്നല്ല പറയേണ്ടത്. മുപ്പര് പറഞ്ഞു പോയി സുബ്ഹാനി മാ അഅ്ളമ ശൈനി, എൻ്റെ പരിശുദ്ധിയെ ഞാൻ സമ്മതിക്കുന്നു എന്ന വാക്ക് ആര് പറഞ്ഞു? ബഹുമാനപ്പെട്ട അബൂ യസീദ് അൽ ബിസ്താമി റളിയല്ലാഹു അൻഹു പറഞ്ഞു. ബഹുമാനപ്പെട്ടവർ ഈ വിഷയം പറഞ്ഞപ്പോൾ അവിടുത്തെ മുരീദന്മാർ പറഞ്ഞു, ബഹുമാനപ്പെട്ടവരെ, നിങ്ങൾ കുഫ്രിയത്തിലേക്ക് പോകുന്ന വാക്ക് പറയുന്നുണ്ട്. അള്ളാഹു വല്ല പരിശുദ്ധൻ, നിങ്ങളല്ലല്ലോ പരിശുദ്ധൻ, നിങ്ങളല്ലല്ലോ പരിശുദ്ധൻ. ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, ഇനി ഞാൻ അങ്ങനെ പറയുമ്പോൾ നിങ്ങൾ ഓരോ ആളുകളുടെ കയ്യിലും ഞാൻ കത്തി തരാം, ആ കത്തി കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? എന്നെ കുത്തണം. മുരീദന്മാരെന്ത് ചെയ്തു? ഷെയ്ഖ് പറഞ്ഞതുപോലെ എന്തെങ്കിലും ഒരു പൊരുളുണ്ടാകുമെന്ന് വിചാരിച്ച് ഷെയ്ഖ് പറഞ്ഞു സുബ്ഹാനി മാ അഅ്ളമ ശഅനി എന്ന ഹഖീഖത്തിൻ്റെ ഏറ്റവും ഉന്നതമായ തലത്തിലിരുന്ന് അബൂ യസീദ് അൽ ബിസ്താമി റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോൾ അവിടുത്തെ മുരീദന്മാരെന്ത് ചെയ്തു? കത്തി കൊണ്ട് കുത്തിയതാ. പക്ഷേ ആ കുത്തൽ നോക്കുമ്പോൾ സ്വന്തം ശരീരത്തിലേക്കായി മാറിക്കഴിഞ്ഞു. ആ കുത്തല് ബഹുമാനപ്പെട്ട അബൂ യസീദ് തങ്ങളുടെ ശരീരത്തിലേക്ക് അത് തട്ടിയില്ല, അത് സ്വന്തം ശരീരത്തിലേക്ക് തട്ടി മുറിവുണ്ടായി എന്ന് ആരിഫീങ്ങളാകുന്ന ആളുകൾ പറയുന്നുണ്ട്. സുബ്ഹാനി എന്ന് പറയുന്ന ഒരവസ്ഥ അത് ഉന്നതമായ തലത്തിൽ നിൽക്കുമ്പോൾ അതാണ് തൗഹീദ് എന്ന് പറയുന്നത്. എല്ലാത്തിനെയും ഒഴിവാക്കി പരമ്പൊരുളാകുന്ന അള്ളാഹുവിനെ മാത്രം ദർശിക്കുന്ന ഏറ്റവും ആലിയാകുന്ന ഉന്നതമായ അവസ്ഥ. തന്നെ കുത്താൻ വന്ന മുരീദന്മാരെ കത്തി സ്വന്തം ശരീരത്തിൽ പോയി കുത്തിയെന്ന് ചരിത്രത്തിൻ്റെ കിതാബുകൾ നോക്കിയാൽ കാണാൻ കഴിയും. ആ ഉന്നതമായ തലത്തിലേക്ക് എത്തുമ്പോഴാണ് ഹഖീഖത്തിൻ്റെ സക്കാത്ത് എന്ത് ചെയ്യുള്ളൂ? പൂർണ്ണമാവുള്ളൂ. ഇതാണ് സത്യത്തിൽ ആരിഫീങ്ങളാകുന്ന ആളുകളുടെ സക്കാത്ത് എന്ന് പറയുന്നത്. അപ്പോൾ സാധാരണക്കാരുടെ സക്കാത്തും ആരിഫീങ്ങളുടെ സക്കാത്തും തമ്മിൽ എന്തുണ്ട്? വ്യത്യാസങ്ങളുണ്ട്. അവരെ ശരീരത്തിനെ പൂർണ്ണമായി അള്ളാഹുവിലേക്ക് സമർപ്പിക്കുമ്പോഴേ അവരാത്മീയമായ ആന്തരികമായ സക്കാത്തിനെ അവർ പൂർണ്ണമായതായി എണ്ണുള്ളൂ. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ ഒരു തലത്തിലേക്ക് എത്തിപ്പെടാനുള്ള സൗഭാഗ്യം നമുക്ക് നൽകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.